പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനെ തൊട്ടപ്പോൾ ട്രംപിന് വല്ലാതെ പൊള്ളിയിട്ടുണ്ട്. പാകിസ്ഥാനുമായി തനിക്ക് മികച്ച ബന്ധമാണ് ഉള്ളതെന്നും അവിടുത്തെ ഭരണ നേതൃത്വത്തെ താൻ ഏറെ ബഹുമാനിക്കുന്നുണ്ടെന്നുമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പാക് പ്രധാനമന്ത്രി ആർമി ചീഫ് മികച്ച രീതിയിലാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളും തുറന്ന പോരിലേക്ക് നീങ്ങിയത്. താലിബാൻ ഭരണകൂടം തീവ്രവാദികൾക്ക് താവളമൊരുക്കുന്നു എന്നാരോപിച്ചായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. ആക്രമണത്തിൽ 12 പാക് സൈനികരും 13 താലിബാൻ പോരാളികളും കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മരണസംഖ്യ ഇതിലും കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം യുദ്ധ സാഹചര്യത്തിനിടയിലും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അറിയിച്ചിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും സംഭാഷണത്തിന്റെ പാതയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനു മുമ്പും സമാനമായ സാഹചര്യങ്ങളിൽ മധ്യസ്ഥത വഹിച്ചിട്ടുള്ള ഖത്തർ നിലവിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2600 കിലോമീറ്റർ നീളുന്ന അതിർത്തിയിൽ യുദ്ധം പടരുന്നത് മേഖലയിലെ സമാധാനത്തെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അതേസമയം അഫ്ഗാനിസ്ഥാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നതിനിടയിൽ സൂഫി ഗവാലി കൂടി പരാമർശിച്ചു പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. ദം മസ്ത് കലന്തർ എന്ന പ്രശസ്തമായ സൂഫി ഗവാലിയാണ് അതിർത്തിയിലെ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ഖോജ ആസിഫ് പരാമർശിച്ചത്. എക്സ് പോസ്റ്റിലെ പാക് മന്ത്രിയുടെ പരാമർശം വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം തീവ്രവാദികളെ സംരക്ഷിക്കുകയും നാറ്റോ സേനയുടെ പിന്മാറ്റത്തിന് ശേഷം ഭീകരവാദം കയറ്റുമതി ചെയ്യുകയാണെന്നും ഖോജ ആസിഫ് എക്സ് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പാകിസ്ഥാൻ സ്ഥിരത പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ പകരം അഫ്ഗാനിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് അഭയകേന്ദ്രമായി മാറിയെന്നുമായിരുന്നു ഖോജ ആസിഫ് ആരോപിച്ചത്. ഞങ്ങളുടെ ക്ഷമയുടെ പാത്രം നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ തുറന്ന യുദ്ധമാണ്. ഇനി അത് ദം മസ്ത് കലന്തർ ആയിരിക്കും. പാക് സൈന്യം കടൽ കടന്നല്ല വന്നത്. ഞങ്ങൾ നിങ്ങളുടെ അയൽക്കാരാണ്. നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് അറിയാമെന്നായിരുന്നു ഖോജ ആസിഫ് പറഞ്ഞത്. ഖോജ ആസിഫിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടി. ഗുരുതരമായ സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാടകീയമായ ഭാഷ ഉപയോഗിച്ചതായി പല ഉപയോക്താക്കളും വിമർശിച്ചു. പാക് സർക്കാരും ജനങ്ങളും വിനോദത്തിനും ഇടപെടലിനും വേണ്ടി സൈന്യത്തെയാണ് ആശ്രയിക്കുന്നത്. നേരത്തെയും ഇന്ത്യക്കാരോടൊപ്പം യുദ്ധം ചെയ്തിട്ട് രസമില്ലെങ്കിൽ പണം തിരികെ തരണമെന്ന് പ്രസ്താവിച്ചിരുന്നു. ഇപ്പോൾ ഈ ദം മസ്ത് കലന്തർ ലൈനും അവരുടെ നേതൃത്വം വിഡ്ഢികളുടേതും സൈന്യം കോമാളികളുടേതുമാണെന്ന് തോന്നുന്നു. അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഭരണകൂട വക്താവ് സബീഹുള്ള മുജാഹിദ് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച് അപലപിച്ചു. അതിർത്തിയിലെ തിരിച്ചടി നടപടികളിൽ 55 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത്. ഈ കണക്കുകൾ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.